ഹലോ നമസ്കാരം, ആനന്ദ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഏതെങ്കിലും മിസ്ഡ് കോളുകളും മറ്റും വരാറുണ്ട് അല്ലേ. ചിലപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ കോളായിരിക്കും വരുന്നത്, ചിലപ്പോൾ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ നമ്പർ മാത്രമായിട്ട് വരുന്ന കോളുകൾ ആരുടെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് അവർക്കൊരു പെർമിഷൻ കൊടുക്കണം, ആക്സസ് കൊടുക്കണം, അതുപോലെ മറ്റ് പല പെർമിഷൻസും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസീനെ പലപ്പോഴും അത് എന്ത് ചെയ്യാറുണ്ട്, ബാധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ കോളുകൾ വരുന്നത് ഏതെങ്കിലും പ്രൊമോഷണൽ കോളുകളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാം കോളുകളാകാം. കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഒരു മൊബൈൽ നമ്പർ ഫോർമാറ്റിൽ വരുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അതിൻ്റെ എടുക്കാറുണ്ട്. എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സ്പാം ആണ് അല്ലെങ്കിൽ പ്രൊമോഷണൽ കോളാണ് എന്ന് നമ്മൾ അറിയുന്നതും നമ്മൾ കട്ട് ചെയ്യാറുമുണ്ട്. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതേപോലെ കോളുകൾ വരുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ കോൾ വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിന് വിളിക്കുന്ന ആൾക്കാരുടെ പേരും കൂടെ ഒന്ന് കാണാൻ പറ്റിയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം, ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം നടപ്പിലാക്കാൻ പോവുകയാണ്. CNAP എന്നാണ് നമ്മളതിനെ വിളിക്കാൻ പോകുന്നത്. കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ എന്നാണ് അതിൻ്റെ പേര്. കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ എന്നാണ്. അതായത് ഇനി മുതൽ നമ്മുടെ ഫോണിലേക്ക് ഏതെങ്കിലും നമ്പർ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സിം എടുക്കുന്ന സമയത്ത് എന്ത് ഡേറ്റയാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഡേറ്റയിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അതേ പേര് തന്നെ നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യും, തെളിഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് വിളിക്കുന്നത് എന്നുള്ളത്. നമുക്ക് അറിയാവുന്ന ആളാണെങ്കിൽ നമുക്കത് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം എന്നാണ് അല്ലേ. നമ്മുടെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോംബെ, ഹരിയാന സർക്കിളുകളിലാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ചില തെരഞ്ഞെടുക്കപ്പെട്ട സർവീസ് പ്രൊവൈഡർമാർ മാത്രമാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ. ഓക്കെ, ഉടനെ തന്നെ നമ്മുടെ രാജ്യം മൊത്തത്തിലായിട്ട് അത് നടപ്പിലാക്കുന്നതും ആയിരിക്കും. അതേപോലെ തന്നെ ബാങ്കുകളിൽ നിന്നൊക്കെ പല പ്രൊമോഷൻ നമ്പറുകളും മറ്റും നമ്മുടെ കോളുകൾ നമുക്ക് വരാറുണ്ട് അല്ലേ. ഇനി ബാങ്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് 160 സീരീസിലുള്ള ബാങ്കുകൾക്ക് മാത്രമായിട്ട് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ബാക്കിയുള്ള കോളുകൾക്കൊക്കെ ആയിട്ട് പ്രൊമോഷൻ കോളുകൾക്കൊക്കെ ആയിട്ട് 140 സീരീസിലുള്ള നമ്പർ പ്രൊവൈഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് 10 നമ്പറിൽ വരുന്ന പ്രൊമോഷണൽ സ്പാം കോളുകളൊക്കെ എന്തായിരിക്കും, ഇല്ലാതാകുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം, പ്രൈവസിയും കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രൈവസിയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു.